പിന്നെ മലയാളികളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇന്ത്യ സെമി കയറിയിട്ടുണ്ട്. അടുത്ത കളി കളിച്ചില്ലെങ്കിൽ അല്ലെ അതിന്റെ അടുത്ത കളി കളിച്ചില്ലെങ്കിൽ അയ്യേ ഇതാണോ കളി എന്ന് പറഞ്ഞു. ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ത്യ സെമിയിൽ കയറിയിരിക്കുകയാണ്. അതും സഞ്ജു സാംസന്റെ ഒരു ശക്തമായ മാസീവ് ഇന്നിങ്സ്, ഒരു ലൈഫ് ടൈം എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ഇന്നിങ്സ്. നമ്മുടെ ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലിക്ക് ശേഷം ഇന്ത്യ ചേസ് ചെയ്ത് ഒരു വേൾഡ് കപ്പിൽ അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ് സെമിയിൽ. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസന്റെ ഫോം തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ അതിനിർണായകമായ ഈ ഒരു മത്സരത്തിൽ സഞ്ജു ഇന്ന് കളിച്ച ആ ഒരു ഇന്നിങ്സ്. ഇതിനു മുന്നേ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോ ഉണ്ടായിരുന്നു, സഞ്ജു സൂപ്പർ 8 മാച്ചിൽ സഞ്ജു കളിക്കാനായിട്ട് സിംബാബ്വെക്കെതിരെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സിനെ കുറിച്ച്. സഞ്ജു ഫോം ഔട്ടാണ്, ഇങ്ങനെ ഒരു 24 അടിച്ചാൽ പോരാ. അന്നും പറഞ്ഞ ഒരു കാര്യം, ബിഗ് ഇന്നിങ്സ് ലോഡിങ് അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതും ഏറ്റവും ഇന്ത്യക്ക് ആവശ്യമുള്ള ഒരു നിർണായകമായ ഈ ഒരു മത്സരത്തിൽ തൻ്റെ കഴിവ്, തൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം കളിക്കളത്തിൽ പൂർവാധികം എന്താ പറയുക, ആരൊക്കെ നിങ്ങൾ എന്നെ നെഗറ്റീവായി തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് എൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പിൽ നമ്മൾ എല്ലാവരും നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു സെഞ്ചുറി അടിക്കുന്ന ഒരു ഇന്ത്യൻ പ്ലെയർ ഉണ്ടെങ്കിൽ അത് സഞ്ജു സാംസൺ ആയിരിക്കുമെന്ന്. തീർച്ചയായും അതിനുള്ള ഒരു അവസരമായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ഒരു 3 റൺസ് കൂടെ അടിക്കാമായിരുന്നു. സഞ്ജുവിന് ആ ഒരു സെഞ്ചുറി ഇന്ന് പൂർത്തിയാക്കി കാണിക്കാമായിരുന്നു. സുരേഷ് റൈനയ്ക്ക് ശേഷം ഇതുവരെ ഒരു ഇന്ത്യൻ പ്ലെയർ സെഞ്ചുറി അടിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ന് തിരുത്തി കുറിക്കാൻ പറ്റിയ അമ്മാതിരി കളിയായിരുന്നു പുള്ളി കാഴ്ചവെച്ചത്. അതും പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിൽ ഫ്രം ദ ബിഗിനിങ്, അതായത് നമ്മൾ അഭിഷേക് ഫോം ഔട്ട് ആയിരുന്നു വേൾഡ് കപ്പിലെ പല മത്സരങ്ങളിലും. കഴിഞ്ഞ കളി അഭിഷേകിന് നല്ലപോലെ കളിക്കാനായിട്ട് സാധിച്ചു, എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ക്വിക്ക് ഫയറിൽ പുള്ളിക്ക് എത്താൻ പറ്റില്ല സിംബാബ്വെക്കെതിരെ. ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹത്തിന്റെ പ്രഷർ റിലീസ് ചെയ്യുന്നതിനായിട്ട് ഈസി ആയിട്ട് സാധിച്ചു. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന്റെ മെയിൻ ബൗളറായ അക്കീൽ ഹുസൈനും മോട്ടി എന്ന് പറഞ്ഞ അവരുടെ ആ 2 സ്പിന്നേഴ്സ് അവരിന്ന് അവരുടെ കോട്ട പോലും പൂർത്തിയാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? സഞ്ജു ക്രീസിൽ നിന്നതിന്റെ ഒറ്റപ്പുറത്ത് അവർ ആ ഒരു കോട്ട പൂർത്തിയാക്കാതെ അവർ റൊമാരിയോ ഷെപ്പേർഡിലേക്ക് പോകുന്നു, അത് മറ്റ് ജോസഫ് എന്നുള്ള ബോളറിലേക്ക് പോകുന്നു. അവരൊക്കെ റൺസ് വഴങ്ങിയിട്ടും വീണ്ടും അവരിലേക്ക്. കാര്യം സ്പിന്നേഴ്സിനെ കൊണ്ടുവരാനായിട്ട് അവർ കോൺഫിഡന്റ് അല്ല. സഞ്ജു ക്രീസിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോയിട്ട് കൊണ്ടുവരാന്ന് വെച്ചാലോ അതൊട്ട് പോകുന്നതുമില്ല. അപ്പോൾ ആകെപ്പാടെ എന്താ പറയുക, ആ ഒരു പെർഫെക്റ്റ് ബാലൻസ് ടീമിന് ഉണ്ടായത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്മൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടും നല്ലതായി എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം ഇല്ലെങ്കിൽ ആ ഒരു പ്രീവിയസ് 11 വെച്ച് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകും. മെയിൻ ഒരു നോക്കൌട്ട് മാച്ച് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇന്ത്യ പുറത്താകുമായിരുന്നു. എന്തായാലും ആ ഒരു വീക്ക്നെസ് കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, കറക്റ്റായിട്ട് നമ്മൾ അതിലേക്ക് പുള്ളിയെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. അതനുസരിച്ച് മത്സരം മുന്നോട്ട് പോകുന്നു. ഇന്നത് പൂർവാധികം അവരുടെ ആ ഒരു തീരുമാനം വളരെയേറെ ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഈ സഞ്ജുവിന്റെ ഈ ഇന്നത്തെ ഒരു ഇന്നിങ്സ് കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നത്. പിന്നെ മലയാളികളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇന്ത്യ സെമി കയറിയിട്ടുണ്ട്. അടുത്ത കളി കളിച്ചില്ലെങ്കിൽ അല്ലെ അതിന്റെ അടുത്ത കളി കളിച്ചില്ലെങ്കിൽ അയ്യേ ഇതാണോ കളി എന്ന് പറഞ്ഞു. പക്ഷേ ക്രിക്കറ്റ് എക്സ്പേർട്സും വിവരമുള്ളവരും സഞ്ജുവിന്റെ ഇന്നത്തെ ഇന്നിങ്സിനെ കുറിച്ച് നല്ല വ്യക്തമായി അവർ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. സാധാരണ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന സുനിൽ ഗവാസ്കർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് 90% ഓക്കെ ആയിരുന്നു ഇന്ന് കളിച്ചതിൽ ഞാൻ നോട്ട് ചെയ്ത പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതിന് മുന്നേ ഉള്ള കളികളിൽ ആ ഒരു ബാക്ക് ഫുട്ടിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു സ്റ്റാൻസ് അങ്ങനെ വലിയ അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമേ ഇന്ന് നടത്തിയിട്ടില്ല. അത് ചില 1-2 ടൈമിൽ അദ്ദേഹം എടുത്തു, എങ്കിലും മറ്റേത് ഒരു എന്താ പറയുക ബാറ്റിംഗ് സ്റ്റാൻസ് മൊത്തത്തിൽ മാറിയ ഒരു രീതിയായിരുന്നു, പഴയ ഒരു രീതിയിൽ തന്നെ. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ഷോട്ട്സ് എയറിൽ കളിക്കുന്നത് അദ്ദേഹം ഒഴിവാക്കി. ഇതിനു മുന്നേ ഉള്ള പല മത്സരങ്ങളിലും എന്താ പറയുക ആ ഒരു ക്വിക്ക് ക്യാമിയോയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴായിരുന്നു വിക്കറ്റ് വരുന്നത്. അത് സഞ്ജു തന്നെ ഇന്നത്തെ പ്രസന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോഴത്തേക്ക്. പലപ്പോഴും ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ മാക്സിമം റൺസ് സ്കോർ ചെയ്യാനാണ്. സെൽഫിഷ് അല്ല പുള്ളി, അത് ആദ്യം മനസ്സിലാക്കുക. പുള്ളി ടീമാനാണ്, ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. അപ്പോൾ കുറ്റം പറയുന്നവർക്ക് പറയാം. അപ്പോൾ റൺസ് കണ്ടെത്താൻ നമ്മൾ വലിയ ഷോട്ട് കളിക്കുമ്പോഴത്തേക്ക് ഔട്ട് ആവാം, സ്വാഭാവികം. പക്ഷേ ഇന്ന് വ്യക്തമായി അത് പുള്ളിക്ക് എന്ത് സ്കോർ ചെയ്യണം എന്താണ് എന്നുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ ഒരു 6 ഓവറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എയറിൽ ബോൾ അദ്ദേഹം വളരെ കുറച്ച് മാത്രമാണ് കളിച്ചത്. ഒരു ഭാഗത്ത് വിക്കറ്റ് പോയിട്ടിരുന്നിട്ട് പോലും പ്രഷർ കയറാതെ മാക്സിമം ആ ഒരു കളി കൂടുതൽ ലെങ്തിലേക്ക് അദ്ദേഹം, കൂടുതൽ ഓവറിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി ആ ഒരു ക്ലോസ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചത് വളരെ മനോഹരമായി മെച്ചുവേർഡ് ഇന്നിങ്സ് എന്ന് തന്നെയാണ് അതിനെ പറയേണ്ടത്.